അപ്പോൾ കോമ്പോസിറ്റ് ബാസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബാസ് ഉള്ളതിനെയാണ് കോമ്പോസിറ്റ് ബാസ്. അപ്പോൾ കോമ്പോസിറ്റ് ബാസിൻ്റെ പ്രോബ്ലം വന്നാൽ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇല്ല, ലെങ്ത് സെയിം ആണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്യാം. ലെങ്ത് സെയിം അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. അതാണ് കോമ്പോസിറ്റ് ബാസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബാസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, a steel rod of 3 cm diameter is enclosed centrally in a hollow copper tube of external diameter 5 cm and internal diameter of 4 cm. The composite bar is then subject to an axial pull of 45,000 Newton. If the length of each bar is equal to 50 cm, determine the stress in the rod and tube. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് ഈച്ച് ബാർ ഈസ് ഈക്വൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സ്ട്രെയിൻ ഈക്വൽ ആണ്. ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സ്ട്രെയിൻ ഈക്വൽ ആവും. അപ്പം ആദ്യം നമുക്ക് സ്ട്രെയിൻ ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് ഏരിയ ഓഫ് കോപ്പറും ഏരിയ ഓഫ് സ്റ്റീലും കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് കോപ്പർ കണ്ടുപിടിക്കാം. 5/4 കോപ്പർ ട്യൂബിന് ഒരു എക്സ്ട്രാ ഡയമീറ്ററും ഇൻറ്റർ ഡയമീറ്ററും ഉണ്ട്. എക്സ്ട്രാ ഡയമീറ്റർ 50 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്റർ 50² മൈനസ് 5 സെൻറ്റിമീറ്ററിൽ 50 മില്ലിമീറ്റർ ആക്കി ഇൻറ്റർ ഡയമീറ്റർ 4 സെൻറ്റിമീറ്ററിന് 40 മില്ലിമീറ്റർ ആക്കുമ്പോൾ വി ഗെറ്റ് ആൻ ആൻസർ 706.5 millimeter square. ഇനി ഏരിയ ഓഫ് സ്റ്റീൽ റോഡ് അല്ലായിരുന്നു. 5/4 ഇൻറ്റു ഡി ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ 30. 5/4 ഇൻറ്റു 30² എത്ര? 706.5 millimeter square എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ തന്നെ ആയിരിക്കും സ്ട്രെയിൻ ഇൻ കോപ്പർ. അപ്പോൾ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ തന്നെയാണ് സ്ട്രെയിൻ ഇൻ കോപ്പർ. ഇപ്പോൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിൻ ഇ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പം സിഗ്മ സ്റ്റീലിൻ്റെ എസ് ബൈ ഇ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ കോപ്പർ ബൈ ഇ കോപ്പർ. അപ്പം സിഗ്മ സ്ട്രെയിൻ എസ് ഇസ് ഈക്വൽ ടു ഇ എസ് ബൈ ഇ കോപ്പർ ഇൻറ്റു സിഗ്മ കോപ്പർ. അപ്പം സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ഇ എസ് ബൈ ഇ സി. ഇ എസ് ക്വസ്റ്റ്യനിൽ ഞാൻ തരാൻ വന്നു. ഇ എസ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 2.1 ഇൻറ്റു 10⁵ കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് 1.1 ഇൻറ്റു 10⁵ സിഗ്മ സി ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എസ് നമുക്ക് 1.9009 സി എന്ന് കിട്ടും. സിഗ്മ സി എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എസ് സിഗ്മ സിയുടെ ടേംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ആദ്യം സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് ബാറിൽ ഒന്നിൽ കൂടുതൽ ബാർസ് ആണ്. അപ്പോൾ അതിൽ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഓരോ ലോഡും ഓരോ ബാർ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ സം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു, അപ്പം ഒരു ക്വസ്റ്റ്യൻ ആദ്യം ലെങ്ത് സെയിം ആണെങ്കിൽ സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്ത് ടോട്ടൽ ലോഡ് ചെയ്യണം. ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ഓൺ കോപ്പർ ആണ്. അപ്പം ടോട്ടൽ ലോഡ് പി എന്ന് കൊടുത്താൽ പി സ്റ്റീൽ പ്ലസ് പി കോപ്പർ. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ സിഗ്മ എ ആണെന്നറിയാം. അപ്പോൾ പി ഇസ് ഈക്വൽ ടു സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി ആണ്. അപ്പോൾ സിഗ്മ എസ് നമ്മൾ മുമ്പേ എസ് സിയുടെ ടേംസ് എഴുതി 1.909 സിഗ്മ സി ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ച് 706.5 പ്ലസ് സിഗ്മ സി അതേപോലെ എഴുതും ഇൻറ്റു ഏരിയ 706.5 എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ സിഗ്മ സി കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് പി ടോട്ടൽ ലോഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പി എത്ര? ക്വസ്റ്റ്യനിലെ ടോട്ടൽ ലോഡ് 45,000 ന്യൂട്ടൺ ആണ്. അപ്പം ഇത് സിഗ്മ സി ഇസ് ഈക്വൽ ടു 45,000 ബൈ ഈ വാല്യൂ അല്ലേ 1.909 പ്ലസ് 706.5. അപ്പം ഈ സിഗ്മ സിയുടെ വാല്യൂ നമുക്ക് 1.8955 എന്ന് കിട്ടും. സിഗ്മ സി കിട്ടി. ഈ സിഗ്മ എസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി സിഗ്മ സിയുടെ ടേംസിൽ എഴുതിയിരുന്ന 1.909 സിഗ്മ സി ആണ് സിഗ്മ എസ്. 1.909
9 ഇൻറ്റു 2 1.8955 ചെയ്യുമ്പോൾ സിഗ്മ എസിൻ്റെ വാല്യൂ നമുക്ക് 41.798 എന്ന് കിട്ടും. അപ്പോൾ സ്ട്രെസ്സ് ആയതുകൊണ്ട് Nm/mm² യൂണിറ്റ് ഒന്നും എഴുതാതിരിക്കാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് ലോഡ് ക്യാരി, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ ദ റോഡ് ആൻഡ് ദ ട്യൂബ് ആയിരുന്നു. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരീഡ് ആണ്. അപ്പോൾ ലോഡ് ക്യാരീഡ് ബൈ സ്റ്റീലാണെങ്കിൽ സിഗ്മ ബൈ സ്റ്റീലാണെങ്കിൽ സിഗ്മ എസ് ഇൻറ്റു എ എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 29510.505 എന്ന് കിട്ടും. സിഗ്മ എസ് കണ്ടുപിടിച്ച് ഏരിയ മുമ്പേ കണ്ടുപിടിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഡ് ക്യാരീഡ് ബൈ കോപ്പർ ആണെങ്കിൽ സിഗ്മ സി എ സി ആണ്. അപ്പോൾ സിഗ്മ സി എ സി ചെയ്യുമ്പോൾ 1546.8.9242 എന്ന് കിട്ടും. ന്യൂട്ടനാണ് ലോഡ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. A solid steel bar of 500 mm long, 60 mm diameter is placed inside an aluminum tube having 65 mm inside diameter and 19 mm outside diameter. The aluminum cylinder is 0.15 mm longer than the steel cylinder. An axial load of 500 kN is applied to the bar and the cylinder through a rigid cover plate. Calculate the stresses in steel bar and aluminum tube where Young's modulus of steel is 200 gigapascal and Young's modulus of aluminum 17 gigapascal ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു സോളിഡ് സ്റ്റീൽ ബാറിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 500 mm ലോങ്ങും 60 mm ഡയമീറ്ററുള്ള ഈ ഒരു സ്റ്റീൽ ബാർ. ഇതാണ് സ്റ്റീൽ ബാർ. 500 mm ലോങ്ങും 60 mm ഡയമീറ്ററും പിന്നെ ഈ പ്ലേസ് ഇൻസൈഡ് അലൂമിനിയം ട്യൂബ് ഹാവിങ് 65 mm ഇൻസൈഡ്. അപ്പോൾ അലൂമിനിയം ട്യൂബിൻ്റെ അകത്താണ് ഒരു സ്റ്റീൽ ബാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അലൂമിനിയം, ഈ അലൂമിനിയത്തിൻ്റെ അകത്താണ് ഈ സ്റ്റീൽ ബാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് അലൂമിനിയം ആദ്യം കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് അലൂമിനിയം ഇസ് ഈക്വൽ ടു ഏരിയ π/4. അലൂമിനിയത്തിൻ്റെ അകത്താണ് ഈ സ്റ്റീൽ വെച്ചിരിക്കുന്നത്. അപ്പം π/4 അതിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ എത്ര 19 mm ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ഡയമീറ്റർ 65 mm. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് 304.1.88 mm² കിട്ടും. ഇനി ഏരിയ ഓഫ് ഈ പുറത്തുള്ള അകത്തുള്ള എന്താ വെച്ചത് സ്റ്റീൽ ബാറിൻ്റെ. അപ്പോൾ π/4 d². ഇവിടുത്തെ സ്റ്റീൽ ബാറിൻ്റെ ഡി എത്ര? π/4 16 mm ആണ് ഡയമീറ്റർ അല്ലേ. അപ്പോൾ π/4 16² കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2826 mm² സ്റ്റീൽ ബാറിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, സ്റ്റീൽ ബാറിൻ്റെ ലെങ്ത്ത് 500 mm ആണെന്ന്. അലൂമിനിയം ബാർ ലോങ്ങർ ദാൻ സ്റ്റീൽ ബാർ ബൈ 0.15 mm ആണ്. അപ്പം അലൂമിനിയത്തിൻ്റെ ലെങ്ത് എത്ര ആയിട്ട് വരും? ഈ 500 mm പ്ലസ് 0.15 mm ആവും. അപ്പോൾ 500.15 mm ആയിരിക്കും അലൂമിനിയം. സ്റ്റീലിൻ്റെ ലെങ്ത് ഓഫ് സ്റ്റീൽ അപ്പോൾ എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നായിരുന്നു, അത് കുഴപ്പമില്ല. സ്റ്റീൽ 500 mm. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി ഇതിന് രണ്ട് ലെങ്ത് ഡിഫറെൻറ്റാണ്. ഞാൻ പറഞ്ഞു ലെങ്ത് സെയിം ആണെങ്കിൽ സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ equal to ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് അലൂമിനിയം ബാർ ആണ്, ഓഫ് അലൂമിനിയം. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ ഇ എസ് ഇൻറ്റു എൽ. അതെങ്ങനെ വന്നെന്ന് അറിയാമോ? അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ആണ് സ്ട്രെയിന്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എത്ര? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് എൽ. അപ്പോൾ ചേഞ്ച് ലെങ്ത് ഓഫ് സ്റ്റീൽ അപ്പോൾ സിഗ്മ എസ് ബൈ ഇ എസ് ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ ഈക്വൽ ടു സിഗ്മ അലൂമിനിയം ബൈ ഇ അലൂമിനിയം ഇൻറ്റു ലെങ്ത് ഓഫ് അലൂമിനിയം. അപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എസ് ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ 500, ഇ എസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇ എസ് 200 ഗൈഗാപാസ്കൽ. ഗൈഗ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ഗൈഗ എന്ന് പറഞ്ഞാൽ 10⁻⁹. പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/m² ആണ്. അപ്പോൾ
അപ്പോൾ ഈ മില്ലിമീറ്ററിലാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ 10⁻9 ഇനി മില്ലിമീറ്റർ ആകാൻ 10⁻3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 200 ഇൻറ്റു 10⁻, ഇത് 6 വരുമ്പോൾ 210⁻3 ന്യൂട്ടൺ പെർ മില്ലിമീറ്റേഴ്സ് ആണ് നമുക്ക് ഇടുന്നത്. അപ്പോൾ 200 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ഇൻറ്റു ഈക്വൽ ടു സിഗ്മ ഓഫ് അലൂമിനിയം അറിയില്ല ബൈ യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം 17 ഗൈഗാ പാസ്കൽ. ഗൈഗ ആയതുകൊണ്ട് ഇതേപോലെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻3 ആണ് ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലേക്ക് ആക്കുമ്പോൾ. ലെങ്ത് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്ര? 500.15. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എസിൻ്റെ വാല്യൂ 2.858 ഓഫ് സിഗ്മ അലൂമിനിയം. സിഗ്മ എസ് അലൂമിനിയത്തിൻ്റെ ടേംസ് നമുക്ക് കിട്ടുക. ഇതാണ് നമുക്ക് വേണ്ടുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ ടോട്ടൽ ലോഡ് ഷെയർഡ് ചെയ്ത ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് അലൂമിനിയം, ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ഓൺ അലൂമിനിയം ആണ്. സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ലോഡും അലൂമിനിയത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ സമ്മാണ്. ടോട്ടൽ ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 500 കിലോ 10⁻3 ന്യൂട്ടൺ ആണെന്നോ. ലോഡ് ഓൺ സ്റ്റീൽ പി എസ് പ്ലസ് പി അലൂമിനിയമാണ്. പി എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ അലൂമിനിയം എ അലൂമിനിയം ആണ്. അപ്പോൾ സിഗ്മ എസിൽ നമുക്ക് സിഗ്മ എയുടെ അലൂമിനിയത്തിൻ്റെ ടേംസ് 2.858 സിഗ്മ അലൂമിനിയം ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ 2826 പ്ലസ് സിഗ്മ അലൂമിനിയം ഇൻറ്റു ഏരിയ ഓഫ് അലൂമിനിയം 304.88. അപ്പോൾ ഇത് സിഗ്മ അലൂമിനിയം കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം അല്ലേ. ബാക്കി ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഈക്വൽ ടു 500 കിലോ ന്യൂട്ടൺ. അപ്പോൾ സിഗ്മ അലൂമിനിയം ഇതിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ ആൻസർ 44.969 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ അലൂമിനിയം കിട്ടി. അപ്പോൾ സിഗ്മ സ്റ്റീൽ മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ 2.858 സിഗ്മ അലൂമിനിയം ആണ്. അപ്പോൾ 2.858 ഇൻറ്റു സിഗ്മ അലൂമിനിയം നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇപ്പം 44.969. അപ്പം ആൻസർ 128.52 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് സെയിം അല്ലായിരുന്നു. അപ്പോൾ ലെങ്ത് സെയിം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഇക്വേറ്റ് ചെയ്യണം.